യേശുക്രിസ്തുവിന്റെ ജനനസ്ഥലമായ ബെത്ലഹേമിൽ നിന്ന് ക്രൈസ്തവർ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ. ഗാസ മുനമ്പിലെ യുദ്ധവും ഉപരോധവും മൂലം പട്ടിണിയും തകർന്ന സാമ്പത്തിക സ്ഥിതിയും അരക്ഷിതാവസ്ഥയുമാണ് ബെത്ലഹേമിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരെ, കൂട്ടത്തോടെ ഈ പുണ്യസ്ഥലത്ത് നിന്ന് പലായനം ചെയ്യുവാൻ നിർബന്ധിക്കുന്നത്. ബെത്ലഹേമിൽ ശുശ്രൂഷ ചെയ്യുന്ന മുതിർന്ന ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫൽത്താസ് ആണ് ഈ കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഗാസ മുനമ്പിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധസാഹചര്യങ്ങളും തീവ്രവാദ ഭീഷണികളും ഉയർത്തിക്കൊണ്ടുവന്ന രൂക്ഷമായ പ്രതിസന്ധി ജെറുസലേം, പാലസ്തീൻ, വെസ്റ്റ് ബാങ്ക് മുതലായ ഇടങ്ങളിലെ സാമ്പത്തിക ജീവിതത്തെയും സുരക്ഷാ സാഹചര്യങ്ങളെയും തകർത്തതോടെ യേശുവിന്റെ ജനനസ്ഥലമായ ബെത്ലഹേമിൽ നിന്ന് വലിയൊരു ശതമാനം ക്രൈസ്തവർ ഒഴിഞ്ഞു പോവുകയാണെന്ന് മുതിർന്ന ഫ്രാൻസിസ്കൻ വൈദികന്റെ വെളിപ്പെടുത്തൽ. ക്രിസ്ത്യാനികളില്ലാത്ത ബെത്ലഹേമിനെ നിങ്ങൾക്ക് കാണണമോ എന്ന ചോദ്യമുയർത്തിയ ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഇബ്രാഹിം ഫൽത്താസ് വിശുദ്ധ നാട്ടിലെ ക്രൈസ്തവർ ഗുരുതര ഭീഷണിക്ക് മുൻപിലാണെന്ന് മുന്നറിയിപ്പ് നൽകി. ഗാസയും അനുബന്ധ പ്രദേശങ്ങളും യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായതോടെ ലോകമെങ്ങുമുള്ള തീർത്ഥാടകരുടെ അഭാവത്തിൽ 22 മാസമായി ബെത്ലഹേമിൽ തൊഴിലില്ലാതായിരിക്കുകയാണെന്നും 175 ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇതിനോടകം ബെത്ലഹേം വിട്ടു പോയതായും ഫാദർ ഇബ്രാഹിം ഫൽത്താസ് പറഞ്ഞു. പ്രധാനമായും തീർത്ഥാടക സംഘത്തിലുള്ള സഞ്ചാരികളെ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു പ്രദേശവാസികൾ. യുദ്ധക്കെടുതി മൂലം ബെത്ലഹേമും വെസ്റ്റ് ബാങ്കും തുറസായ ജയിലുകളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 2023 ഒക്ടോബർ 7 മുതൽ യാത്രാ നിയന്ത്രണം ആരംഭിച്ചതിനെ തുടർന്ന് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള പാലസ്തീനികൾക്ക് ഇസ്രായേലിൽ നിന്നുള്ള തൊഴിൽ നഷ്ടമായി. അതേസമയം ജെറുസലേമിലെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. പുണ്യനാട്ടിൽ ക്രൈസ്തവരിൽ 90% പേരും വിനോദസഞ്ചാര മേഖലയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും കുറവ് കാരണം മുൻപ് വളരെ നല്ല രീതിയിൽ ആദായമുണ്ടായിരുന്ന ഹോട്ടലുകളും കടകളുമെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. യേശുവിന്റെ ജന്മനാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവി സംരക്ഷിക്കുവാൻ അടിയന്തര നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അബുന ഇബ്രാഹിം ഫൽത്താസ് ഫ്രാൻസിസ്കൻ സഭയിലെ സന്യാസ വൈദികനാണ്. ഈജിപ്തുകാരനായ ഇദ്ദേഹം 1992 വൈദിക പട്ടം സ്വീകരിച്ചു. ജെറുസലേമിൽ താമസിച്ചു വരുന്ന ഫാദർ ഇബ്രാഹിം ഫാൽത്താസ് സ്കൂൾ ഓഫ് ഹോളിലാൻഡ്, കാസാനോവ എന്നിവയുടെ ഡയറക്ടറാണ്. ബെത്ലഹേമിൽ അസിസ്റ്റന്റ് പാസ്റ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.